ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലീലോ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. വീക്കെൻഡാണ്. സാറ്റർഡേ ഇങ്ങനെ ഓരോ പണികൾ ചെയ്തു തീർക്കാനായിട്ട് രാവിലെ ഇറങ്ങിയേക്കുക. ആദ്യമേ മുടി വെട്ടാനുണ്ട്. അപ്പം അങ്ങനെ ഇവർ 3 പേരുടെയും മുടി വെട്ടണം. അപ്പം അത് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രേറ്റ് ക്ലിപ്സിൽ വന്നേക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആദ്യമേ നിങ്ങൾ പോയി ഫുഡ് ഓർഡർ ചെയ്യും, ഞാനും ഏട്ടനും കൂടെ പോയി മുടി വെട്ടും. ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ ഉത്തരവ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഷുഗർ ട്വിസ്റ്റ്. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും കഴിക്കാനായിട്ട് മേടിക്കട്ടെ. അവിടുത്തെ നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. നേരിനാണ് വിശക്കുന്നത്. അതിൻ്റെ മുഖം എന്താ അതി ഇവർ മുടി വെട്ടാൻ അങ്ങോട്ട് പോകും. അവിടെ തന്നെ അവിടെ ഗ്രേറ്റ് ക്ലിപ്സ്, പച്ച കളർ കാണുന്നു അവിടെ ഗ്രേറ്റ് ക്ലിപ്സ്. ഞങ്ങൾ ഷുഗർ ട്വിസ്റ്റിലാണ്. ഞാനൊരു ക്രോസൻ സാൻഡ്വിച്ചും പിള്ളേർക്ക് 2 പേർക്കും ഫ്രഞ്ച് ടോസ്റ്റ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ അതും കൂടി എടുക്കാതെ ചോദിക്കാം. ജീച്ചാൻ വന്നിട്ട് ജീച്ചാൻ്റെ എന്തെങ്കിലും എടുക്കും. നല്ല തിരക്കുണ്ട് രാവിലെയാണ്. ഇവിടുത്തെ ഡോണറ്റുകളും കേക്കുകളും ഒക്കെ അടിപൊളിയാണ്. അവിടെ അതിൽ നിൽക്കുന്നു. ഇതാണ് പിള്ളേരുടെ ഫ്രഞ്ച് ടോസ്റ്റ്, ഫ്രഞ്ച് മൗണ്ടൻ ഫ്രഞ്ച് ടോസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. Caramel latte. This is the house coffee and your Thai tea. Okay, sounds good. Thank you. എന്താ കോഫി മേടിച്ചേ? Black coffee. ഞാൻ എൻ്റെ മുടി വെട്ടാൻ പോവാ. അവിടെ ചെക്കിൻ ചെയ്തു. നമുക്കതുകൊണ്ട് ഈ പുള്ളിക്കാരിയാണ് വേണ്ടത്. ഈ പുള്ളിക്കാരിയാണ് ഇഷ്ടം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. Side bangs with long layers up to my chin. And then can you cut an inch off the bottom? അവർ 2 പേരും അവിടെ പോസ്റ്റ് ആയിട്ടുണ്ട്. Yeah, it's nice here. Yeah, it's good. Yeah. You like it, eh? Yeah. You put the hair. Where? This is so long. You cut it like this. This is how we are supposed to cut. No. അല്ല, ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ ഇവിടെ ഷുഗർ ട്വിസ്റ്റിൽ അവരെപ്പോൾ വന്നിരുന്നതെന്നറിയാം. നമ്മൾ ഇരിക്കുന്നതിനേക്കാളും ഞങ്ങൾ വരുന്നതിനേക്കാളും മുന്നേ ഒരു ഫാമിലി 2-3 പേര് ഇപ്പം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവരിങ്ങനെ ഇവിടെ ആൻ്റെ മുടി വെട്ടിയിട്ട് ഇറങ്ങിയപ്പോഴേക്കും നല്ലതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം മുടി വെട്ട് കഴിഞ്ഞു, കഴിപ്പ് കഴിഞ്ഞു. ഇനി നമ്മളിങ്ങോട്ടാ വാൾമാർട്ട്. നിനക്ക് സാധനം മേടിക്കണ്ടേ? നിനക്കുള്ള ഗുളിക മേടിക്കുമ്പോൾ എനിക്ക് ജലദോഷമായി. ഇപ്പം സത്യത്തിൽ എനിക്ക് പനിയായി. എൻ്റെ മുഖമൊക്കെ കണ്ട, അതുകൊണ്ട് എൻ്റെ മോന്ത എടുക്കാതെ രസം തോന്നുന്നു. അല്ലെങ്കിൽ സുന്ദരിയാണ്. സ്വയമേ പറഞ്ഞിട്ട് സ്വയമേ തന്നെ അതിൻ്റെ ഒരു ഉത്തരവ് പറഞ്ഞ്. അതുകൊണ്ട് ഈ സുന്ദരനാണ്, എനിക്ക് സുന്ദരനായി മുടി കെട്ടി അപ്പോഴേക്കും നോക്കാം. ഈ സുന്ദരനെ എടുക്കാം. ഈ സുന്ദരി എടുക്കാം. മെയിനായിട്ട് മേടിക്കാൻ വന്നത് പെയിൻറ്റും ടൈലനോളുമാണ്. പെയിൻറ്റ് കിട്ടിയില്ല, ടൈലനോൾ കിട്ടി. സാധനങ്ങൾ ജസ്റ്റ് ടൈലനോളും ഇതും മേടിക്കാൻ വേണ്ടി വന്ന് മിഠായി വെച്ചേക്കുക. അല്ല, പേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഫോണിലാണല്ലോ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് മാത്രം ചെയ്താൽ അവൻ്റെ നോട്ടം കണ്ട. ഇതിലാണ് അവൻ്റെ നോട്ടം. കേൾക്കുന്നുണ്ടായിരുന്നോ? ലെറ്റ്സ് ഗോ. ഹായ് സ്നായി. വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. എവിടെയാ പോന്നേ? ഞങ്ങൾ കേൺ കൗണ്ടി ഫെയറിന് പോവാം. അതിന് വേണ്ടി എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. 1, 2, 3. നമ്മൾ 12 മണിക്കാണ് നട്ടുച്ചയ്ക്ക് ഇറങ്ങിയതാ. ആരും ഇങ്ങനെയുള്ള മണ്ടത്തരം ചെയ്യത്തില്ല എന്ന് കരുതി. നമ്മളെ പോലെ ചെയ്യുന്നവരുണ്ട്. എന്താ ചോദിച്ചാ? Okay, thank you. Have a good day. You too. പാട്ട് കുറച്ചും കൂടെ ക്വാളിറ്റി വെക്കായിരുന്നു. ഇതെല്ലാം ഫുള്ളായി. ഇപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ മൊത്തം പിന്നെ സ്പേസ് കാണത്തേ ഇല്ലല്ലോ. ഭയങ്കര തിരക്കായിരിക്കും എന്ന് തോന്നുന്നു. 4 പേര് 4 ഡയറക്ഷൻ. ജീച്ചാനാക്കി 5ാമത്തെ ഡയറക്ഷനിൽ പാർക്കും ചെയ്ത്. പാർക്കിങ്ങിന്റെ ഡയറക്ഷനുകൾ കുറെ തരുന്നുണ്ട്. കുറെ സൂക്ഷിച്ച് വണ്ടി
ലോക്ക് ചെയ്തേ ഡാഡി, ആ ലോക്ക് ചെയ്തേ. ഞാൻ എന്താ പറയുന്നത്? ഏതൊന്നും മനസ്സിലാവും. ഏത് ഭാഷയാണ് പറയുന്നത്? നമ്മൾ പറയുമ്പോഴും ഇതുപോലെയൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. ഇത് ഏത് ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്? ഏത് നമ്മളല്ല നീ. ഞാൻ അതുകൊണ്ടാണല്ലോ സംസാരിക്കാത്ത ആരോട്. ഇൻട്രോവേർട്ട് അല്ല, ഞാൻ ഇൻവേർട്ടർ. ഇതുണ്ട് എയർ ഫ്രഷ്നർ ആണ്. എയർ ഫ്രഷ്നർ ആണ്. ഓ കാരണം പോട്ടെയാണോ എൻ്റെ എയർ ഫ്രഷ്നർ കൊടുക്കുന്നേ? നമ്മുടെ എന്താ പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കാത്ത ആടി. Let's go. ബാഗ് ഉള്ളത് കൊണ്ട് പിടിച്ചു നിർത്തി. ഇത് കളയാമെന്ന് പറഞ്ഞു. ഇത് വേണമെങ്കിൽ കളയാമെന്ന്. എല്ലാം സ്വയമേ സെൽഫ് സർവീസാണ്. അങ്ങനെ റിസ്റ്റ് ബാൻഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് റൈഡിൽ കയറാനായിട്ടുള്ളതിലാണ് എടുത്തേക്കുന്നത്. സൗണ്ടുകളൊക്കെ കേൾക്കുന്നതിൻ്റെ കേട്ടിട്ട് പേടിയാവുന്നുണ്ടേ. ഓക്കെ, അതുകൊണ്ട് ഇതിന് കാള് കുറവുണ്ട്. ഇതിൽ വേണമെങ്കിൽ കയറിക്കാം. ഇവിടെ വേണ്ട പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ച പോലെയാ. ഈ ഗ്ലാമറ എന്ന് പറഞ്ഞതെല്ലാം കൂടെ ഇന്ന് പേര് ഇച്ചിരി ഗ്ലാമർ കൂടുതൽ. അതൊന്ന് കുറയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ക്യൂയിൽ നിൽക്കുക. നല്ല തിരക്കാട്ടോ. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാവരും ഉച്ചയ്ക്ക് വന്ന്. കറുപ്പിട്ടുണ്ടോ രണ്ട് കെട്ടിയ സമയം? ഞാൻ വെള്ളം കറുപ്പും. അടുത്ത ട്രിപ്പിലേ ഉള്ളോ? ഒരു കുട കിട്ടുമോ? കുട എടുത്തുണ്ടോ? വണ്ടിക്കകത്ത് കുടയുണ്ടോ? ഇല്ല, അത് എടുത്ത് വെളിയിൽ വെച്ചിട്ട് എടുത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇനി വണ്ടിയുടെ അവിടെ പോകാൻ പറ്റുമോ? നിനക്ക് പോലെ ഇതെന്താ കയ്പ്? എവിടെ പൈസ കൊടുത്ത് സാധനം മേടിച്ചത് കയ്പെന്ന്. കാര്യം ചെയ്യാം, വീട്ടിൽ പോ. പൈസ കൊടുത്ത് അതിന് മുതലാക്കണ്ടേ. ഏറ്റവും ഫ്രണ്ടിൽ പോയി ഇരിക്കേ. ഇതൊന്നും അല്ലാതെ ഒരാൾ അവിടെ വെയിൽ തണലത്ത് പോയിരിക്കുന്നതല്ല. ഉണ്ടായിരുന്ന സ്കേഡായതുകൊണ്ട് നിന്നിപ്പോ തള്ളിയിട്ടാലോ? എല്ലാ തണലത്തും പോയി അങ്ങ് നിൽക്കുവാണ്. ആനു ഏറിന് അടുത്ത ഈ സെറ്റിൻ്റെ കൂടെ കയറുമെന്ന് തോന്നുന്നു. ഇടയ്ക്ക് റിഫ്രഷ്മെന്റ് ജീച്ചാൻ കൊടുക്കുന്നു വെള്ളം. അയ്യോ ചൂട്. ഓ കഷ്ടപ്പെട്ട് കുളിച്ചേക്ക്. ഞാൻ അതുകൊണ്ടല്ലേ കുളിക്കാത്തത്. ഇതിലേതിലോ ഒരെണ്ണത്തിൽ ആനു ഏറനും ഉണ്ട്. കയ്യും ആനു ഏറിനും അപ്പുറത്തെ സൈഡില്ല, അതുകൊണ്ട് കാണത്തില്ല. ഇതാരുടെ കാലാ ഇത്? ഡാഡീസ് കാലം. ഇത് പണ്ട് നമ്മളെ ഇതുപോലെ വന്ന് ജീച്ചാൻ ഡാഡി ഇതുപോലെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ കഴുപ്പെല്ലാം കഴിഞ്ഞു എല്ലാവരുടെയും. ബാക്കിയുള്ളത് ബോക്സിലാക്കി. ആൻ്റെ ഏരൻ്റെയും വരയ്ക്കാനായിട്ട് സംഭവം. ഒരു തലയ്ക്ക് 25, തല ഒരുപോലെ കളറാക്കുവാണെങ്കിൽ 35. നമ്മുടെ ബോഡി ഇതുപോലെ ആക്കാൻ പറ്റും. ഇത് ജീച്ചാൻ്റെ അങ്ങനെ ആക്കി. എൻ്റെ അത് ഇതുപോലെ ആക്കണം. എൻ്റെ ഇതുപോലെ ആക്കണം. ആദ്യമായിട്ടാ സാധാരണ കീരിയും പാമ്പ്. കീരിയേക്കാളും വലിയ സംഭവമാണ്. ചിരിച്ചോണ്ടിരിക്കുക. എത്ര നേരം ചിരിക്കണം? ഓ wow, that's really good. ഓർമ്മയുണ്ടോ ആൻ്റെ എടുത്തത് പണ്ട്? അത് ഭയങ്കര പോന്നു. പിള്ളേരെ ഇട്ടിട്ട് വാ.
like it? You actually get nauseous. Nauseous? എന്നാ ആൻഡ്രോയുടെ റൈഡിൽ നോക്കിയ എന്നാ നിങ്ങൾ രണ്ടുപേരും ഞാനും ഇവനും കൂടെ ഇവിടെ നിൽക്കും. അയ്യടാ വേല ഒപ്പിക്കാനായി. എന്താ അറിയില്ല. എവിടെ അടുത്ത് വിളിച്ചോണ്ട് പോന്നു ഡാഡി. ചേച്ചാൻ ഇങ്ങനെ ഇരിക്കാനാണോ വന്നേ? കിടക്കാൻ പറ്റുമോ? ചേച്ചാൻ കൊറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതും കൊണ്ട് അവിടെ നിൽക്കിയിരിക്കുക. പിള്ളേർ അടുത്ത റൈഡിൽ കയറാനായിട്ടിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരാളെ തന്നിട്ടുണ്ട്, ആരെങ്കിലും അറ്റ്ലീസ്റ്റ് കൂടെ കയറാനായിട്ടുള്ള ധൈര്യമുണ്ട്. അവിടെ വായു അവിടെ ഡാഡി മമ്മിയും ഉള്ളപ്പോൾ ഡാഡി എൻ്റെ കൂടെ ഇതുപോലെ കയറും. മമ്മിയാണെങ്കിൽ ഡാഡിയെ വഴക്ക് പറയും കയറുന്നതിന്. അച്ഛനാണെങ്കിലും കയറാൻ ശരിക്കും തോന്നുന്നില്ല അത്ര കയറുമെന്ന്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തിനാ? പണിയില്ലാത്തവർക്ക്. He was looking down the whole time. It was flashing lights. അടുത്ത നമ്മൾ കയറാൻ പോകുന്ന ഇതില. ഇതും കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. ജീവനോടെ തിരിച്ചു പോകട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പാർക്കിംഗ് ലോട്ടിലോട്ട് പോവുകയാണ്. ടയേർഡായി. ഇനിയും വീട്ടിൽ ചെന്ന് കുളിച്ച് ഉറങ്ങാം. ദാറ്റ്സ് ഇറ്റ്. കൗണ്ടി ഫെയർ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. എല്ലാവരും ടയേർഡായി. ബാക്കി വന്ന ഫുഡ് എല്ലാവരും ആക്രാന്തത്തോടെ കഴിക്കുകയാണോ? പുതിയ പിക്ചർ നമുക്കിനി ഹാങ് ചെയ്യാം. ഇതുപോലെയൊക്കെ തന്നെയാണോ ജീച്ചായിരിക്കുന്നത്? ഓക്കെ വേണ്ടേ. അപ്പോൾ നമുക്കിത് പിക്ചർ ജീച്ചാനെ പോലെ തന്നെയാണ്. എൻ്റെ കൂടെ വേറെ ആരാ വന്നിരുന്നേ? വേണ്ടേ. ഇതാണ് എത്ര വർഷം മുന്നേ? 2016. അതായത് ആനിന് 2 വയസ്സുള്ളപ്പോൾ. ഞാൻ പറഞ്ഞ കറക്റ്റാ ചേച്ചേ. ആനിന് 2 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ചെയ്തു. ഇതിൽ നോക്കി ജീച്ചാനെ കവട. അന്ന് പക്ഷെ പറ്റ മുടി വെട്ടേക്ക്. നമ്മൾ ജീച്ച മുട്ട അടിച്ചായിരുന്നല്ലോ ഒരു സമയത്ത്. അതായിരുന്നു. പല്ലിനൊരു ഇത് വേണമായിരുന്നു, ഒരു വെത്ത്. നമുക്ക് തന്നെ വരച്ച് ചേർക്കാലോ. അപ്പം നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, എന്നാ വരുന്നതെന്നൊന്നും അറിയത്തില്ല. എൻ്റെ ഓക്കെ ബൈ. ടർക്കി വായിക്കാതിരിക്കുമോ? വായിക്കാതെ